നമസ്കാരം, ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്ലസ് 1 അപേക്ഷ ഇന്നു മുതൽ. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശന നടപടി വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചു. ഏകജാലകം വഴിയാണ് പ്രവേശനം. ഓൺലൈനിൽ 25 വരെ അപേക്ഷ സമർപ്പിക്കാം. www.admission.dge.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്കിലൂടെ ലോഗിൻ ചെയ്യണം. മൊബൈൽ OTP വഴിയാണ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു റവന്യൂ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കുമായി ഒരൊറ്റ അപേക്ഷ മതി. എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെന്റ്, അൺഎയ്ഡഡ്, കമ്മ്യൂണിറ്റി കോട്ടയിലെ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ താൽപ്പര്യമുള്ള സ്കൂളുകളിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം. ട്രയൽ അലോട്ട്മെന്റ് മെയ് 29 നടക്കും. ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-നും, രണ്ടാം അലോട്ട്മെന്റ് ജൂൺ 12-നും, മൂന്നാം അലോട്ട്മെന്റ് ജൂൺ 19-നും ആയിരിക്കും. ജൂൺ 24-ന് ക്ലാസ് തുടങ്ങും. കണ്ടശങ്കടവ പടിയം സെയിന്റ് സെബാസ്റ്റ്യൻ കപ്പേളയിലെ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. കണ്ടശങ്കടവ സെയിന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്കും തുടർന്ന് കപ്പേളയിലേക്ക് വളപ്രദക്ഷിണവും, ലതീഞ്ഞ്, നൊവേന, വചന സന്ദേശം, നേർച്ച ഭക്ഷണം എന്നിവ ഉണ്ടായി. തിരുകർമ്മങ്ങൾക്ക് ഫാദർ ആൽബിൻ ചൂണ്ടൽ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ജോസ് ചാലക്കൽ, ദേവാലയ ഭാരവാഹികളായ അരുൺ ആന്റണി, ജിൻഡോ ചാലിശ്ശേരി, ഡൊമിനിക് സാവിയോ എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക 4ാം വാർഡ് കമ്മിറ്റി CBSE +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ശ്രീദേവി സദാനന്ദൻ അധ്യക്ഷയായി. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റാനിഷ് K. രാമൻ, KSU ജില്ലാ സെക്രട്ടറി MV വൈഭവ് എന്നിവർ പ്രസംഗിച്ചു. നാടിനെ പകർത്തി തളിക്കുളത്ത് കുട്ടികൾക്കായുള്ള നാടക ശില്പശാല നടന്നു. തയ്യർ തിയാത്രോയുടെ ബാനറിൽ തളിക്കുളം കൈതക്കൽ SNK LP സ്കൂളിൽ വെച്ച് 4 ദിവസമായി നടന്നത്. സ്നേഹ ലിജി, NA സഫീർ എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പ് ഡയറക്ടറായി ഷിഹാൻ എറവ്, പരിശീലകരായ അൻസാർ അബ്ബാസ്, ബൈജു സദാനന്ദൻ എന്നിവരുമുണ്ടായി. തയ്യർ തിയാത്രോ അംഗങ്ങളായ LS ശക്തി, ആരതി ശശി, TD വിശാൽ, നെറിൻ ബൈജു എന്നിവർ നാടകങ്ങളുടെ സംവിധാന സഹായികളായി. ക്യാമ്പിൽ കുട്ടികൾ പങ്കുവച്ച ആശയം സ്വീകരിച്ച ഡയറക്ടർ ഗിഹാൻ ഇത് നമ്മുടെ നാട്, മാനിഫെസ്റ്റോപിയ, ലഹരിയൊരു പിശാച് എന്നീ നാടകങ്ങൾ സംവിധാനം ചെയ്തു. സമാപനത്തോട് അനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സദസ്സ് ചിത്രകാരൻ TM അസീസ് ഉദ്ഘാടനം ചെയ്തു. ICL അസിസ്റ്റന്റ് കോച്ച് പുരുഷോത്തമൻ, പ്രിയ പത്മരാജ്, PD ശൈലേഷ്, യഹിയ തളിക്കുളം എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സ്നേഹ ലിജി സംവിധാനം ചെയ്ത തൃശൂർ രംഗചേതന നാടക സംഘത്തിന്റെ പരേതന്റെ ആത്മാവ് നാടകം അരങ്ങേറി. കണ്ണൂരിൽ നടന്ന നൃത്ത സമന്വയം കലാഗ്രഹം ആദിശങ്കര അന്താരാഷ്ട്ര ശാസ്ത്രീയ നൃത്ത മത്സരത്തിൽ എടമുട്ടം നാട്യേശ്വര കലാക്ഷേത്ര നിരവധി പുരസ്കാരങ്ങൾ നേടി. കുച്ചിപ്പുടിയിൽ നടനഭൂഷൺ പുരസ്കാരവും നാടോടി നൃത്തത്തിൽ 1ാം സ്ഥാനവും നേടിയ നാട്യസുരഭി KJ ജിനേഷ് നാട്യേശ്വര കലാക്ഷേത്രം നടത്തിവരുന്നത്. എടമുട്ടം കൊണ്ടിയാറ ജയസിംഗ് സീന ദമ്പതികളുടെ മകനാണ്. കുച്ചിപ്പുടിയിൽ സത്യഭാമ പുരസ്കാരവും നാടോടി നൃത്തം മോഹിനിയാട്ടം എന്നിവയിൽ 1ാം സ്ഥാനം ഹരിലക്ഷ്മി VR കരസ്ഥമാക്കി. എടമുട്ടം വേളേക്കാട്ട് രാജേഷ്, ജിഷ രാജേഷ് എന്നിവരുടെ മകളാണ് ഹരിലക്ഷ്മി. പഴുവിൽ ഫൊറോന കത്തോലിക്ക കോൺഗ്രസിന് പൊതുനേതൃത്വം. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നടന്ന ഫൊറോന തല സമ്മേളനത്തിലാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. പഴുവിൽ ഫൊറോന വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുറത്തൂർ ഇടവക വികാരി ഫാദർ ജോയ് മുരിങ്ങാത്തേരി അധ്യക്ഷനായി. AKCC പഴുവിൽ ഫൊറോന പ്രസിഡന്റ് ആൻഡോ തൊറയൻ പുത്തൻപീടിക, വൈസ് പ്രസിഡന്റ് പൈലി ആന്റണി പഴുവിൽ, വനിതാ വൈസ് പ്രസിഡന്റ് മേജി തോമസ് വലപ്പാട്, ജനറൽ സെക്രട്ടറി ഓസ്റ്റിൻ മാസ്റ്റർ പഴുവിൽ, ജോയിന്റ് സെക്രട്ടറി ജോബി തോമസ് പൂച്ചുണ്ണിപ്പാടം, വനിതാ ജോയിന്റ് സെക്രട്ടറി ജെസ്സി വർഗീസ് പുത്തൻപീടിക, ട്രഷറർ ജോസഫ് ബിജു ചെവ്വൂർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ.
നാട്ടിക എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വടനപ്പള്ളി എക്സൈസ് ഓഫീസ് CI ബെന്നി ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് MR സന്ധ്യ ആമുഖ പ്രസംഗം നടത്തി. പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് അധ്യക്ഷയായി. അധ്യാപകരായ EB ഷൈജ, VG രശ്മി എന്നിവർ നേതൃത്വം നൽകി. പുത്തൻപീടിക പുളിപ്പറമ്പിൽ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ഉത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, നടതുറപ്പ്, ഗുരുപൂജ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവ നടന്നു. തുടർന്ന് പുനഃപ്രതിഷ്ഠയും അഷ്ടബന്ധ നവീകരണ കലശം, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. കരിപ്പായി സുനിൽ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശേഷം ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരുന്നു. DYFI മണലൂർ ഹൈസ്കൂൾ യൂണിറ്റ് SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. CPM മണലൂർ ലോക്കൽ സെക്രട്ടറി KV ഡേവിസ് പുരസ്കാരങ്ങൾ നൽകി. മേഖലാ പ്രസിഡന്റ് അരുൺ ആനന്ദ്, ബ്രാഞ്ച് സെക്രട്ടറിമാരായ MT രാജൻ, VB സന്തോഷ് കുമാർ, ദേവനന്ദ, ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം ചേർക്കര മുറ്റിച്ചൂരി നിഖിൽ ഭാര്യ പ്രിയ നിര്യാതയായി. മക്കൾ ആത്മജ്, ആത്മീക്. ഇതോടെ ഉച്ചവാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.